ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാൽ എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ച നമ്മുടെ സഹോദരിക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. എനിക്ക് കൂടുതൽ ഈ മുഖവരി ഒന്നും പറയാൻ അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് നമ്മുടെ വാക്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദവാക്യം വായിക്കാം. സെക്കരിയ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. സെക്കരിയ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്നു, ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്ന പോലെ എന്നെ ഉണർത്തി. നമുക്കവിടെ വളരെ സംശയങ്ങൾ തോന്നാം. നമുക്ക് ആ പ്രവാചക ശ്രേഷ്ഠനോട് ചോദിച്ചാൽ, സെക്കരിയ പ്രവാചകന് അങ്ങ് ശ്രേഷ്ഠനാണല്ലോ, അങ്ങ് ഈ 1, 2, 3 അധ്യായങ്ങളിലൊക്കെ ദർശനങ്ങളും വെളിപ്പാടും ഒക്കെ കണ്ട് ആമേൻ അവിടുന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരുന്നപ്പോ എന്തു പറ്റി? അങ്ങ് ഉറങ്ങിപ്പോയോ? ഞങ്ങളുടെ സഭകളിലൊക്കെ ആരാധനയ്ക്ക് അച്ചായന്മാരിരുന്ന് ഉറങ്ങും. അതുപോലെ എങ്ങാനും സംഭവിച്ചിട്ടാണോ ഒരു ദൂതൻ വന്ന് തട്ടി ഉണർത്തിയത്? സെക്കരിയാവ് പറയാ, അല്ല, ഞാൻ ഉണർന്നു തന്നെയായിരുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഒരു ദൂതൻ വന്നു എന്നെ തട്ടി ഉണർത്തി. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. എസ്രായുടെ പുസ്തകം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴേ, ദൈവത്തിന് സ്തോത്രം, അവിടെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ ഇദ്ദേഹം പ്രവചിക്കുന്ന സമയങ്ങളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. എസ്രായുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ. എന്നാൽ ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകൻ സെക്കരിയാവും എന്ന പ്രവാചകന്മാർ യഹൂദയിലും യെരൂശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചു. അങ്ങനെ ശെയൽത്തീയേലിന്റെ മകനായ സെരുബ്ബാബേലും യോസാദാക്കിന്റെ മകനായ യേശുവയും എഴുന്നേറ്റു യെരൂശലേമിലെ ദൈവാലയം പണിവാൻ തുടങ്ങി. നോക്കണം, ഇത് സെരുബ്ബാബേലിന്റെ കാലത്തായിരുന്നു ഇദ്ദേഹം അവിടെ പ്രവചിച്ചത്. ഇദ്ദേഹത്തിന്റെ കൂടെ പ്രായമുള്ള ഒരു അപ്പച്ചനോടുണ്ടായിരുന്നു, ഹഗ്ഗായി പ്രവാചകൻ. ഇവർ രണ്ടുപേരും പ്രവചിച്ചു. ആലയം പണിക്ക് വേണ്ടി ഉള്ള പ്രബോധനം കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഈ 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലും അത് എഴുതിയിട്ടുണ്ട്. എസ്രായുടെ പുസ്തകം 6-ാം അധ്യായം. യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു, ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകനായ സെക്കരിയാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചും വന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആ ഒരു കാലയളവിലായിരുന്നു ഇവര് പ്രവചന ശുശ്രൂഷയുമായിട്ട് മുമ്പിലോട്ട് വന്നത്. മെയിൻ ഉദ്ദേശം ദേവാലയത്തിന്റെ പണിയായിരുന്നു, ആലയം പണി. എന്നാൽ ഈ സെരുബ്ബാബേലിന്റെ ഉള്ളിൽ ചില മുൻവിധികൾ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവരുടെ ശത്രു പറയുന്നത് എന്നാണെന്ന് നോക്കാം. ശത്രു നെഹെമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞാല്, ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ടു യഹൂദന്മാരെ നിന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യം കേൾക്കെ പറഞ്ഞു. അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ് പറഞ്ഞത്, അവരെങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ട് വീഴും. ഒരു കുറുക്കൻ കയറിയാൽ മതി അവരുടെ കന്മതിൽ. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആലയം പണി എന്നൊക്കെ പറയുന്നത് ഒരു മനസ്സോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏക മനസ്സോടുകൂടി ദൈവസന്നദ്ധിയിൽ അടുത്തു വന്ന് ചെയ്യേണ്ട കാര്യങ്ങളായത്. അല്ലാതെ ആരാധിക്കുമ്പോ ഹല്ലേലൂയ പറയുകയും മനസ്സ് മാർക്കറ്റിൽ നടക്കുകയും ചെയ്യുന്നതല്ല.
ുമ്പോൾ ആ ഹൃദയത്തോടെ ഏകമനസ്സോടെ ഒരുമനപ്പെട്ടിട്ട് ആമേൻ പറയുന്നതിനാണ് അർത്ഥമുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രാർത്ഥനയെ കുറിച്ചൊന്നും ഇവിടെ പറഞ്ഞില്ല. ദൈവത്തിന്റെ സഭയുടെ പണി എന്ന് പറയുന്ന ഏക മനസ്സോടെ ഒരുമനപ്പെട്ട് സ്വരുമയോടുകൂടെ ചെയ്യുന്ന അതറിയത്തില്ല. ഇവിടെ ഈ നെഹമ്യാവിന്റെ ഒക്കെ കാലത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം അതിനകത്ത് മതിൽ പണിത് തന്നെ നമുക്കറിയാം. അവിടെ തൈലക്കാരുണ്ടായിരുന്നു, ദൈവത്തിന് സ്തോത്രം, തട്ടാന്മാരുണ്ടായിരുന്നു, കച്ചവടക്കാരുണ്ടായിരുന്നു, ലേവ്യരുണ്ടായിരുന്നു, അങ്ങനെ പല ഇനങ്ങളുണ്ടായിരുന്നു. ഇതിനിടയിൽ ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങളും കൂടെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴേ തീർത്തു. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. ഇങ്ങനെയുള്ള ഒത്തിരി പേര് ഇന്നും ഉണ്ട് സഭയിലൊക്കെ കേട്ടോ. വാല് പഠിക്കാനൊക്കെ ഭയങ്കര മിടുക്കന്മാരാ. എന്നാ തിയറി വേണേലും പറഞ്ഞു ഒപ്പിക്കും, ഏത് വേണേലും പ്ലാനിങ് അവർ പറഞ്ഞു തരും. പക്ഷെ എന്നാന്നറിയോ, കാര്യത്തോടെ നടക്കുമ്പോ ഇവരെന്ത് ചെയ്യല, ചുമൽ കൊടുക്കും. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. ഇതാർക്കറിയാമെന്നറിയാവോ? ദൈവത്തിന് സ്തോത്രം. സെരുബാബേലിനറിയായിരുന്നു. സെരുബാബേലിനും യോശുവായ്ക്കും, അന്നത്തെ മഹാപുരോഹിതന്, അവർക്ക് 2 പേർക്കും അറിയാമായിരുന്നു ഈ കാര്യങ്ങൾ. പോരാത്തതിന് ഈ ആലയം പണിത് ആദ്യം ശലോമോൻ പണിതപ്പം ശലോമോന്റെ കാലത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതേവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. നമുക്ക് വേണേൽ അതൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 5-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 5-ന്റെ രാജാവ് ഇസ്രായേലിൽ നിന്നൊക്കെയും ഊഴിയ വേലക്കാരെ വരിയിട്ടെടുത്തു. ഊഴിയ വേലക്കാർ 30,000 പേരായിരുന്നു. 30,000 പേരായിരുന്നു. അവനവരുടെ മാസം തോറും 10,000 പേർ വീതം മാറി മാറി ലെബാനോനിലേക്ക് അയച്ചു. അവർ 1 മാസം ലെബാനോനിലും 2 മാസം വീട്ടിലുമായിരുന്നു. ഈ 30,000 പേര് അന്ന് ഈ മലയിൽ പണി ചെയ്യാനുള്ള ഊഴിയ വേലക്കാര്, അടിമകളുണ്ടായിരുന്നു. അടിമകൾ കേട്ടോ, പണി ചെയ്യാനുണ്ടായിരുന്നു. അവര് 20,000 പേര് വീട്ടിലിരിക്കുമ്പോൾ 10,000 പേര് മലയിൽ പോകും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതിന്റെ അടുത്ത വാക്യം ഉണ്ട്. ഊഴിയ വേലക്കാർക്ക് മേധാവിയായിരുന്നു. അതിന് മേധാവിയായിട്ട് ഒരു ചീഫ് സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. വേല ചെയ്യുന്ന ജനത്തെ ഭരിച്ച് വേല നടത്തുന്ന 3,300 പ്രധാന കാര്യസ്ഥന്മാർ, സൂപ്പർവൈസർമാർ വേറെ ഉണ്ടായിരുന്നു. ശലോമോന് 70,000 ചുമട്ടുകാർ. 70,000 ചുമട്ടുകാര്. മലയിൽ 80,000 കല്ലുവെട്ടുകാരുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ 2 ദിനോർത്താന്ന് 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 2-ാം അധ്യായം അതിന്റെ 1-2. അനന്തരം ശലോമോൻ യഹോവയുടെ നാമത്തിന് ഒരാലയവും തനിക്ക് ഒരു അരമനയും പണിയുവാൻ നിശ്ചയിച്ചു. ശലോമോൻ 70,000 ചുമട്ടുകാരെയും മലയിൽ 80,000 കല്ലുവെട്ടുകാരെയും അവർക്ക് മേൽവിചാരകന്മാരായി 3,600 പേരെയും നിശ്ചയിച്ചു. പിന്നെ അതിന്റെ 18-ാമത്തെ വാക്യം, അവസാനത്തെ വാക്യം. അവരിൽ 70,000 പേരെ ചുമട്ടുകാരായിട്ടും 80,000 പേരെ മലയിൽ കല്ലുവെട്ടുകാരായിട്ടും 3,600 പേരെ ജനത്തെ കൊണ്ട് വേല ചെയ്യിപ്പിക്കാൻ മേൽവിചാരകരായിട്ട് നിയമിച്ചു. നോക്കിക്കോണം, ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അന്ന് ഹല്ലേലൂയ, ശലോമോൻ രാജാവിന്റെ സൈന്യം ഉണ്ടായിരുന്നു, അടിമകളുണ്ടായിരുന്നു, കല്ലുവെട്ടുകാരും കല്ല് ചുമക്കാനുള്ളവരും ഉണ്ടായിരുന്നു, മരം വെട്ടുകാരുണ്ടായിരുന്നു, അത് കൊണ്ടുവരുവാനുള്ളവരും ഉണ്ടായിരുന്നു.
ഇതിനെല്ലാം സൂപ്പർവൈസർമാര് 3000 ചില്ലുവാനം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ സെരുബാബേലിന് ഇവിടെ കല്ലുവെട്ടുകാര് പോയിട്ട് 10 പേര് പോലും തേച്ചെടുക്കാനില്ല. നമ്മൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇതുങ്ങളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കണം. ഇവരെ എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാ. ദൈവത്തിന് സ്തോത്രം. ശലോമോൻ രാജാവിന്റെ കാലത്ത്, ദാവീദ് രാജാവിന്റെ കാലത്ത്, ദൈവത്തിന് സ്തോത്രം, അന്ന് വെള്ളിയും പൊന്നും ഒക്കെ കല്ല് പോലായിരുന്നു. അത്രയ്ക്ക് അവര് കൂട്ടിവെച്ചിരുന്നു ആലയത്തിന് വേണ്ടി. ഇന്നൊരൽപ്പം സ്വർണത്തിനോ വെള്ളിക്കോ വേണ്ടി സെരൂബാബേല് എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ ഉള്ളില് ഇതെല്ലാം ഉണ്ട്. ഹഗായിയും സെക്കര്യാവും ഇടതും വലതും നിന്ന് പ്രവചിച്ചാലും ഒന്നും സംഭവിക്കുകയില്ലാത്ത ഒരു ദൈവത്തിന് സ്തോത്രം. ആമേൻ. സ്വർഗത്തിലെ ദൈവത്തിന് അത് മനസ്സിലായി. ഇന്ന് നമ്മളൊക്കെ പല ശുശ്രൂഷകന്മാരും എഴുന്നേറ്റ് നിന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഇന്നിവിടെ വലിയ അത്ഭുതം നടക്കും, ഒരു വിടുതലുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ശുശ്രൂഷിച്ചൊക്കെ കഴിയുമ്പോൾ ഒന്നുമില്ല. കാര്യം എന്നാന്നറിയാം, അവരോട് ദൈവാത്മാവ് പറഞ്ഞതായിരിക്കും വിടുതലുണ്ടെന്ന്. ഏറ്റെടുക്കേണ്ട ജനം അവരുടെ ആമേൻ സ്തോത്രം ഉള്ളിലെ ചില അതിര് വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഉള്ളിൽ അതിരുണ്ട്, ബൗണ്ടറികളുണ്ട്. ദൈവത്തിന് എന്നെ സൗഖ്യമാക്കാൻ സാധിക്കുവോ? കർത്താവ് പനിയും ചുമയൊക്കെ സൗഖ്യമാക്കിയതായിട്ട് സാക്ഷ്യം കേട്ടിട്ടുണ്ട്. പക്ഷെ ക്യാൻസർ പറ്റുവോ? പ്രഷർ പറ്റുവോ? ഷുഗറിനുകാരനെ സൗഖ്യമാക്കാൻ പറ്റുവോ? അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ അതിരുകളുണ്ട്. ആ അതിരുകളെ മാറ്റി ദൈവവചനം നമ്മൾ ഏറ്റെടുത്താൽ മാത്രമേ ഈ വചനം ദൈവമായിട്ട് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അല്ലാത്തിടത്തോളം കാലം ഇത് ചുമ്മാ കേട്ടേച്ചു പോകാമെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. സെരുബാബേലിനും യോശുവായ്ക്കും പറ്റിയതാ. അവര് ചിന്തിച്ചു, ശലോമോന്റെ കാലത്ത് സൈന്യം ഉണ്ടായിരുന്നു, വേലക്കാരുണ്ടായിരുന്നു, ശക്തിയും ബലവും ഉണ്ടായിരുന്നു. പക്ഷേ സെക്കര്യാവിന്റെ കാലത്ത് ഈ സൈന്യമില്ല, വേലക്കാരും ചുരുക്കുക, ഈ 1000 ഒന്നും ഇല്ല. അങ്ങനെയുള്ള ഒരു ബൗണ്ടറി അദ്ദേഹത്തിന്റെ ഹൃദയത്തിനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മനസ്സിൽ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക, എൻ്റെ ഹൃദയത്തിന്റെ അതിരുകളെ ഒന്ന് മാറ്റി തന്നെ. ദൈവത്തിന് സ്തോത്രം. പണ്ട് യാബേശ് പ്രാർത്ഥിച്ച പോലെ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ അതിരിനെ ഒന്ന് നീ നിശ്ചയമായിട്ടും എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കണമേ. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു മനുഷ്യനായി യാബേശ് കേട്ടോ, ഒരു പ്രാർത്ഥനാ വീരൻ. ഈ ഇരട്ടപ്പേരൊക്കെ സാധാരണ രീതിയിൽ പോലീസുകാരിടും, അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾ നമ്മളെ വിളിക്കും, ഇല്ലേ? അതല്ലേ കൂട്ടുകാരിടും. പക്ഷെ സ്വന്തം തള്ള ആർക്കെങ്കിലും ഇരട്ടപ്പേരിട്ടിട്ടുള്ളതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യാബേശിന്റെ സ്വന്തം അമ്മയാ പുള്ളി യാബേശ് എന്നിട്ട് എന്നാ വെച്ചാൽ വ്യസനപുത്രൻ. യാബേശിന് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ ദൈവത്തിന് ഇതൊക്കെ നീക്കാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. യാബേശ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കണം. അതിനടിയില് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ എടുത്തിട്ടുണ്ടോ? തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു.
അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് ജബ്ബേസ് എന്ന് പേരിട്ടു. ജബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് നൃത്തം എനിക്ക് വ്യസനകാരണമായി തീരാതെ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഒട്ടും കുറച്ചിട്ടില്ല കേട്ടോ, ഒന്നും കുറച്ചില്ല. അപേക്ഷിച്ചത് 100% കൊടുത്തു. വ്യസനപുത്രൻ ഇപ്പൊ ആശ്വാസപുത്രനായി മാറി. അവന്റെ അമ്മയ്ക്ക് അവൻ വ്യസനപുത്രനാണെങ്കിൽ ഇപ്പൊ ആശ്വാസപുത്രനായി മാറി. ദൈവത്തിന് സ്തോത്രം. അവൻ തന്റെ സഹോദരന്മാരിൽ മാന്യനായി മാറി. പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവസന്നദ്ധിയിൽ ആമേൻ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ അതിരുകളെയൊക്കെയും മാറ്റും. അവൻ നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. അബേസിനെ അനുഗ്രഹിച്ച ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമുക്ക് മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. ഈ സെക്രിയാവിന്റെ ഉള്ളിൽ സെക്രിയാവും ഹഗായി ഇങ്ങനെ പ്രവചിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇത് പണിയാനുള്ള തസ്തികയിലെ ഗവർണറും മഹാപുരോഹിതനും അവരുടെ ഉള്ളിൽ ചില ബൗണ്ടറികളുണ്ട്. ഈ ബൗണ്ടറി മാറ്റണമെന്നുണ്ടെങ്കിൽ സാധാരണ പ്രവചനം പറ്റുകയില്ല. തമ്പുരാനൊന്ന് തട്ടി ഉണർത്തണം. ഈ നാളുകളിൽ നമുക്ക് വേണ്ടിയത് ആമേൻ ഉണർത്തപ്പെട്ടവന്റെ ആലോചനകൾ, ഉണർത്തപ്പെട്ടവന്റെ സുവിശേഷം, ഉണർത്തപ്പെട്ടവന്റെ പ്രസംഗമാ വേണ്ടിയേ. ആമേൻ. അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ഒന്ന് ഉണർത്തണമേ, ഒരു ഉണർവ് ഞങ്ങളിൽ തുടങ്ങണമേ. നോക്കിയേ, സെക്കരിയാവിനോട് ആമേൻ സ്തോത്രം കർത്താവ് ഉണർത്തിയേച്ച് പറഞ്ഞു, ചെന്ന് ആമേൻ സെരുബാബേലിന്റെ അടുത്ത് എന്ന് പറ. എന്താ പറയണ്ടേ? നിന്റെ ഹൃദയത്തിലെ ഇരിപ്പൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ? നീ എന്ന് പറയേണ്ടത് എന്താന്ന് വെച്ചാൽ, അവിടെ ചെന്ന് പറഞ്ഞു, അവൻ എന്നോട് ഉത്തരം പറഞ്ഞെന്നാൽ സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാണ് ഇത്. സെരുബാബേലെ, നീ ഉദ്ദേശിക്കുന്ന സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, പിന്നെ ഇത് ചെയ്തെടുക്കുന്നത് എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേൽ ഞെട്ടിപ്പോയി കാണും. സെരുബാബേൽ തന്റെ ബുദ്ധിയുടെ പ്രമാണം ആദ്യം ചിന്തിച്ച് മടുത്തുപോയി. അർത്ഥനിഷ്ഠ രാജാവ് ഇതെല്ലാം നിർത്തിവെക്കാനുണ്ട് കൽപ്പനയൊക്കെ കൊടുത്തേച്ചിരുന്ന സമയമാണ്. അന്നേരത്തെ കൊണ്ട് അടുത്ത രാജാവ് ഒന്നിച്ച് പറഞ്ഞു, വേഗം പണിതോളാൻ പറഞ്ഞു. കേട്ടോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടതാ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ നാളുകളിൽ വേണ്ടിയത് ആമേൻ സ്തോത്രം സെരുബാബേലിനെ ഉണർത്തിയ ആമേൻ ഉണർവിന്റെ ആലോചനകളും ഉണർവിന്റെ പ്രസംഗങ്ങളും ഉണർവിന്റെ പ്രവചനങ്ങളുമാണ്. ഉണർത്തപ്പെട്ടവന്റെ ദൈവം ഉണർത്തി സെക്കരിയാവിനെ തട്ടി ഉണർത്തിയിട്ട് ഒരു ദൂതാ കൊടുക്കുന്നത്. ഇന്നും നമ്മുടെ സഭകളിലൊക്കെ പ്രസംഗിക്കുന്ന ദൂതായത് അല്ലേ? ദൈവത്തിന് സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലും അല്ല. സെരുബാബേലെ, ഇത് എൻ്റെ ആത്മാവിനാലാ കേട്ടോ. നീ അതുകൊണ്ട് പണത്തിലൊന്നും ആശ്രയിക്കണ്ട. ശലോമോന്റെ സൈന്യം ഒന്നും നീ നോക്കണ്ട. എന്നിട്ട് അടുത്ത പറയാണ്, മഹാപർവ്വതമേ, അത് ഒരുപക്ഷെ അർത്ഥനിഷ്ഠ രാജാവായിരിക്കും. അത് കഴിഞ്ഞേച്ച് പറയാ, ദൈവത്തിന് സ്തോത്രം. സെരുബാബേലിനോട് പറയാ, നിന്റെ കൈ ഇതിന് അടിസ്ഥാനം ഇട്ടാൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്നു നീ തന്നെ ആയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തന്നെ സംഭവിച്ചു. ഈ സെക്കരിയാവിനെ തട്ടി ഉണർത്തിയ ദൈവത്തിന്റെ പരിപാടി ഇന്നും നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാവോ? പഴയ നിയമത്തിലെ വേറെ ഒത്തിരി പേരെ തട്ടി ഉണർത്തിയായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഒരെണ്ണം ഉദാഹരണമായിട്ട് പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിനെ നമുക്കൊക്കെ അറിയാവുന്നുണ്ടാ. ഏലിയാവിനെ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യം, അതിനകത്ത് തട്ടി ഉണർത്തി ചൂരച്ചെടിയുടെ ചോട്ടി വന്ന് കിടക്കുക. ഒരു സ്ത്രീയെ പേടിച്ചാ വന്നത്. ആമേൻ. അവിടെ
8ാമത്തെ വാക്യം വരുമ്പോഴത്തേക്ക് തട്ടി ഉണർത്തി. 5ാമത്തെ വാക്യം അങ്ങനെ അവൻ സൂര്യച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് തിന്നാൻ പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും കനലിന്മേൽ ചുട്ട ഒരട ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. ഇന്ന് ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കുറിച്ചിട്ടോണ്ട് വരും, അവിടെ ഇവിടെയൊക്കെ നോക്കി. മുമ്പേ സഹോദരി പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാതൊക്കെ ആയിരിക്കും വരുന്നത്. ഇവിടെ വന്ന് ചുമ്മാതെ പ്രാർത്ഥിച്ചു, ആര് കേട്ടു? ആരുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടു? ഏലിയാവിനെ തട്ടി ഉണർത്തിയേച്ച് കർത്താവ് കൊടുത്ത എന്നറിയാവോ? കനലെ ചുട്ട നല്ല ചുട്ടയാട്ട കൊടുത്തു, അത് തിന്നു. ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2ാം പ്രാവശ്യം വന്നവനെ തട്ടി എഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം കേൾക്കണം. ദൈവ ശബ്ദം നമ്മളെ ധൈര്യപ്പെടുത്തുന്നു, എന്നെയും നിങ്ങളെയും ധൈര്യപ്പെടുത്തുന്നു. ഇസബേലിന്റെ ശബ്ദം ഏലിയാവിനെ ഭയപ്പെടുത്തിയെങ്കിൽ, ആമേൻ, ദൈവ ശബ്ദം കേട്ടപ്പോൾ ഏലിയാവ് ബലപ്പെട്ടു. കേട്ടോ, ഏലിയാവ് ആ ബലത്തിൽ 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഓരേവോളം നടന്നു. 40 ഗുണം 24, 24 മണിക്കൂർ, 40 രാവും 40 പകലും നടന്നു. ഈ ഹോരേബ് പർവ്വതം എന്ന് പറയുന്ന ദൈവത്തിന്റെ പർവ്വതമാണ്. ഹോരേബ് പർവ്വതത്തിൽ ചെന്ന കത്തുന്ന ദൃശ്യങ്ങളും വെളിപ്പാടുകളും കാണുവാൻ നമുക്ക് കഴിയും. ആരെങ്കിലും ദർശനം കാണാത്ത പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ട്, ഞാൻ അവരോട് പറയട്ടെ, ഒന്ന് മനസ്സിരുത്തിക്കേ, നമുക്കൊന്ന് നടക്കാം. ആ ഹോരേബ് പർവ്വതം വരെ ഒന്ന് നടന്നേ. കത്തുന്ന ആലോചനകൾ കിട്ടും. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ തട്ടി ഉണർത്തിയാൽ അത് നമുക്ക് ധൈര്യമാണ്. ഇസബേലിന്റെ വാക്ക് അവനെ തളർത്തി കളഞ്ഞെങ്കിൽ ദൈവത്തിന്റെ വാക്ക് കേട്ടപ്പോൾ കൂടുതൽ ഊർജ്ജവാനായി ഏലിയാവ് കൂടുതൽ ഊർജ്ജവാനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഏതാ വേണ്ടിയെന്ന്? ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവം നമ്മുടെ സ്ഥിതി ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ, അല്ലേ? സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ആമേൻ, സിയോനിൽ നിന്ന് രക്ഷ വന്നെങ്കിൽ, ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. കർത്താവേ, ഞങ്ങൾക്കൊന്ന് സന്തോഷിപ്പാൻ, ഞങ്ങൾക്കൊന്ന് ആനന്ദിപ്പാൻ, നമ്മുടെ സ്ഥിതി ഒന്ന് മാറ്റിത്തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ ഹോരേബി വന്നു കഴിഞ്ഞാൽ ആരെയും വെറുതെ വിടുകയല്ല ദൈവം. നമുക്ക് വേണേൽ ഒരു നോക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ. മോശ തന്റെ അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് വരിക. അപ്പൊ മരുഭൂമി വന്നപ്പോ ഇതിനൊന്നും കൊടുക്കാനില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ സഭാ ശുശ്രൂഷകനൊക്കെ ആണെങ്കിൽ നമ്മുടെ ആടുകൾക്കൊന്നും കൊടുക്കാനില്ലേ, ഉടനെ കേറിക്കണം ഓരോ കേട്ടോ. വായിക്കാം. തന്റെ അമ്മായപ്പനുമായ ഇസ്രായേലിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടിരുന്നു. ഹോരേബ് പർവ്വതം വരെ ആടുകളെ കൊണ്ട് പോയത്. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. സ്തോത്രം. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടു. അത് മതി. ദൈവത്തിന് സ്തോത്രം. ഏലിയാ പ്രവാചകൻ ഈ ഹോരേബിൽ ചെന്നപ്പോഴും കണ്ടു കത്തുന്ന ദർശനങ്ങൾ. ഇതിന്റെ അടുത്ത് മോശയെ കുറിച്ച് പറയുമ്പോ, മോശ ഹോരേബിലോട്ട് വന്നപ്പം കത്തുന്ന ദർശനമാണ്. പക്ഷേ മോശ അത്ഭുതപ്പെട്ടു പോയി.
മുൾപ്പടർപ്പിന്റെ മേളിലാ തീ കത്തുന്നേ. മുൾപ്പടർപ്പൊട്ട് വെന്തു പോകുന്നു. എന്റെ ദൈവമേ, ഉള്ള സത്യം പുതിയ നിയമത്തിന്റെ മൊത്തം പൊരുളുവാ മോശെ അവിടെ കാണിച്ചു കൊടുത്തേ. മോശെ, പാവത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവ്, ആമേൻ, ഹല്ലേലൂയ, അവൻ ക്രിസ്തുയേശു എന്ന ഓരേവ് പർവ്വതത്തിൽ നിന്നാൽ അവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങും. അവൻ വെന്തുപോവുകയില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അത്രേ. ദൈവത്തിന് സ്തോത്രം. പലരും പറയല്ലേ, ഇന്നലെ വരെ അവൻ കള്ളും കുടിച്ചില്ലയൊക്കെ നടന്നവനാ, റോഡിന് വീതി കൂട്ടി നടന്നവനാ. കഴിഞ്ഞ മാസവും ഞാൻ കണ്ടു. ഇന്ന് വേണ്ട അന്യഭാഷയിൽ സംസാരിച്ചിട്ട് പോയി. എടാ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. പഴയതൊക്കെ കഴിഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി അവൻ തുള്ളിച്ചാടും. അവൻ കത്തിപ്പോവുകയില്ല, നശിച്ചു പോവുകയില്ല. ഈ അത്യന്ത ശക്തി, ഈ മഹാശക്തി അവന്റെ മേൽ ഇറങ്ങുമ്പോൾ അവൻ ചെയ്യും. അതാ മോശ അങ്ങ് വല്ലാതായ കാര്യം. എന്നാ വെച്ചാൽ ഈ മുൾപ്പടർപ്പെന്ന് പറയുന്ന ശാപവസ്തുവാണ്. അതാം പാപം ചെയ്തപ്പോ പറഞ്ഞ നിനക്ക് മുള്ളും ഈ ഇതൊക്കെ ഉള്ളു ഭൂമിയിൽ നിന്ന് കിട്ടും. ശാപവസ്തുവാണ്. ആ ശാപവസ്തു ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ നിന്നപ്പോ അതിന്റെ മേളിൽ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങി കത്തിപ്പോയില്ല. ഈ ശാപവസ്തുക്കൾ ആയ നമ്മളെല്ലാം ക്രിസ്തുവിലാക്കിയപ്പോൾ നമ്മളെ അവൻ വിശുദ്ധീകരിച്ചു, നീതീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പകർന്നു. നാം നശിച്ചു പോയിട്ടില്ല. നമ്മളെ ജീവൻ വെപ്പിക്കാൻ വേണ്ടി, നിത്യതയിലേക്ക് നടത്താൻ വേണ്ടിയാ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതുകൊണ്ടാണ് പുതിയ നിയമ എഴുത്തുകാരൻ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്രേ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ കൃപയെ, ദൈവത്തിന്റെ കരുണ എനിക്ക് എത്ര ചിന്തിച്ചാലും മനസ്സിലാകാത്ത കാര്യമാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം എന്തോ കണ്ടിട്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ശാപവസ്തുവിന്റെ മേൽ തീ ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. മോശയോട് പറയാ, മോശ, ഞാൻ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ഒരു പാവി ക്രിസ്തുവിലായാൽ ഞാൻ അവനെ ശുദ്ധീകരിക്കും, നീതീകരിക്കും. മോശയെ കാണിച്ചു കൊടുക്കുക. മോശ കത്തുന്ന ദർശനം കണ്ടു, സന്തോഷിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് പുതിയ നിയമത്തിൽ ആരെയും തട്ടി ഉണർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ കാണാൻ പാടണം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തില് അത് എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 12-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ദൈവത്തിന് സ്തോത്രം. 12-ാം അധ്യായത്തിലെ പത്രോസ്ലീഹായെ തട്ടി ഒന്ന് വായിക്കണം. ആമേൻ. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി ഉണർത്തി. വേഗം എഴുന്നേൽക്കാൻ പറഞ്ഞു. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ഒന്ന് തട്ടി ഉണർത്താം. ഉണർവോടുകൂടി നിന്നെ ആരാധിക്കുവാൻ, ഉണർവോടുകൂടി നിന്നോട് പ്രാർത്ഥിപ്പാൻ, ഉണർവോടുകൂടി കർത്താവിന്റെ വേല ചെയ്യുവാൻ, ഉണർവോടുകൂടി 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 ഒരു ഉണർവ് ഈ നാളിൽ അയച്ചേരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഏക മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ഇതൊക്കെ കിട്ടും. കർത്താവേ, അത് എന്റെ സഭയിൽ അയക്കണേ, എന്നിൽ ആദ്യം അയക്കണേ, ഞങ്ങളുടെ ഭവനത്തെ ആദ്യം തട്ടി ഉണർത്തണം. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാം. പത്രോസ്ലീഹായെ തട്ടി നോക്കിക്കണം. പത്രോസ്ലീഹായുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ ആദ്യമേ കശാപ്പ് ചെയ്തത്. അദ്ദേഹത്തിനെ ഒട്ടകക്കാലനായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി. യാക്കോബിനെ പ്രാർത്ഥിക്കുന്ന, മുട്ട നിൽക്കുന്ന മനുഷ്യൻ, മുട്ടൊക്കെ തഴമ്പിച്ചാകണം. ഒട്ടകക്കാലൻ ഈ കമൻട്രിയിലൊക്കെ വായിക്കുമ്പോൾ കാണാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെ
കാര്യം ഇവന്മാര് പറഞ്ഞു കൊടുത്തു, ഈ പത്രോസ് പ്രസംഗിക്കുന്നതിലല്ല കാര്യം, അതിന്റെ പുറകിൽ പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ട്. അവനെ ആദ്യം തട്ടിയേക്കാൻ പറഞ്ഞു കൊടുത്ത ഹേരോദാവിനോട്. ഹേരോദാവ് അതുകൊണ്ടാണ് ആദ്യം പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ തട്ടിയത്, യാക്കോബിനെ. എന്നിട്ട് പിറ്റേ ദിവസം ഈ പത്രോസിനെയും തട്ടാവുന്ന ഓർത്തുണ്ട് ദൈവം കൊടുത്തില്ല. പത്രോസ് നല്ല ഉറക്കമായിരുന്നു. ഞാൻ ഇനി ഇവിടെ ഒരു ചെറിയ ആലോചന പറഞ്ഞുതരാം. പൗലോസ്ലീഹായെയും കൂട്ടരെയും ജയിലിലിട്ടു, കാരാഗ്രഹത്തിൽ. അവരുറങ്ങിയില്ല, അവര് പ്രാർത്ഥിച്ചു, പിന്നീട് പാടി. അങ്ങനെയാ അവിടെ പറഞ്ഞത്. കാര്യം യാക്കോബിന്റെ ലേഖനത്തിൽ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. വേദന അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്നവർ ആദ്യം പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവര് പാട്ടുപാട്ടെ. അവരാ പ്രൊസീജിയറിലാ ചെയ്ത്. അടിയൊക്കെ കിട്ടിയ വേദന ഉണ്ടായിരുന്നു, അവരിരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അങ്ങോട്ട് പാടി ആരാധിക്കാൻ തുടങ്ങി. ആരാധിച്ച ഉടനെ ഉണ്ടല്ലോ, ആ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും വന്ന് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ആ രാത്രി തന്നെ സ്നാനം. പക്ഷേങ്കിൽ പത്രോസ്ലീഹ കടന്നുറങ്ങി. പത്രോസ്ലീഹയെ കാത്തിരുന്ന കാവൽ പ്രമാണിയെ പിറ്റേ ദിവസം വെട്ടിക്കൊണ്ടു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഉറങ്ങിയാല് നിങ്ങളൊന്ന് ചിന്തിക്കണേ, നമ്മളൊന്ന് ഉറങ്ങിയാൽ എത്ര പേര് നഷ്ടപ്പെടുമെന്നില്ല. ഉണർന്ന് പ്രാർത്ഥിക്കാം. ഉറങ്ങിപ്പോയാ പോയി കേട്ടോ. പക്ഷേ പത്രോസ്ലീഹായ്ക്ക് നല്ല നിശ്ചയമായിരുന്നു. എങ്ങനെയാ ഇദ്ദേഹം ഉറങ്ങിയെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. കാര്യം കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നീ വയസ്സനാകും, നീ വൃദ്ധനായസ്, നിനക്ക് ഇഷ്ടമില്ലാത്തടത്ത് കൈ പിടിച്ച് നടത്തും എന്നൊക്കെ ഇങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് നോക്കി, താടിയിലൊക്കെ നോക്കിയപ്പോ എനിക്ക് പ്രായമായില്ല, കിടന്നുറങ്ങാമോ, നല്ല ഉറക്കം. ഞങ്ങളുടെ നാട്ടിലെ ഒരു അച്ചായനുണ്ടായിരുന്നു, പീരുമേട്ട് ഉപദേശി എന്നാ വിളിക്കുന്നത്. പീരുമേട് എനിക്കൊക്കെ ചെറുപ്പത്തിൽ നേരത്തെ ഉള്ളതാണ്. ഇദ്ദേഹം നേരത്തെ സർക്കസിലായിരുന്നു. അത് കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി സുവിശേഷകനായി കേട്ടോ. ഓടി നടന്ന് സുവിശേഷം പറയും. കവലയ്ക്കലൊക്കെ 2-3 പേര് നിന്നാ അവിടെ നിന്ന് പാട്ടും പാടി പ്രസംഗിക്കും. ഇദ്ദേഹം ഒരു പ്രാവശ്യം പാമ്പാടി ചന്തയിലെ മാർക്കറ്റ് ചന്തയിൽ നടക്കുക. അപ്പൊ ഒരു സ്ഥലത്തോട്ട് മാറി നിന്നൊരു പാട്ട് പാടി. ഇപ്പൊ ആൾക്കാരെല്ലാം കൂടി, പാട്ട് നല്ല പാട്ടാണ്. പാട്ട് കേൾക്കാൻ കൂടി ഉടനെ കർത്താവിന്റെ സുവിശേഷം പറഞ്ഞപ്പോ എല്ലാം തിരിച്ചുപോയി. ഇദ്ദേഹം 2 വിസിലൊക്കെ അടിച്ചേച്ച് കയ്യെ കുത്തി, തലയും കുത്തി, മേളിലോട്ട് കാലുമാക്കി കയ്യെ നടന്നു. നേരത്തേക്ക് ആൾക്കാരെല്ലാം കൂടെ വന്ന ഉടനെ പറഞ്ഞു, ഇടാ തലതിരിഞ്ഞവന്മാരെ, നിന്നോടൊക്കെ സുവിശേഷം പറയണേ, തലകുത്തി എന്ന് പറയണം. അദ്ദേഹം അന്ന് ഈ കോട്ടയത്തു നിന്ന് പീരുമേട്ടിനൊന്നും ബസ് കാണുകയില്ല, നടന്നൊക്കെ വേണം, കാളവണ്ടിയോ നടന്ന്. അപൂർവം ചിലപ്പം ബസ് കിട്ടിയെങ്കിലായി. ഇദ്ദേഹം പീരുമേട്ടിൽ കയറി പോയപ്പം അവിടെ ഒരു പാറയുടെ മുകളിൽ രാത്രി കടന്നു. കയ്യിലുണ്ടായിരുന്ന എന്തോ ആഹാരം കഴിച്ചേച്ച് പുള്ളി ഇങ്ങനെ പാട്ടുമൊക്കെ പാടി ആരാധിച്ച് കിടന്നു. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ. അപ്പൊ ചുറ്റുപാടും നോക്കിയപ്പോ ആനയുടെ ഈ നിലവിളിയൊക്കെ കേൾക്കാം. ആന കിടന്ന് കാർന്നും കൂന്നും ഒക്കെ കേട്ടു. ഇപ്പറേ കുറുക്കന്റെ ഊളി കേട്ടു. ആ പുള്ളി എല്ലാം ഒന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു, കർത്താവേ, നീ ഇസ്രായേലിന്റെ പരിപാലകന്, നീ ഉറങ്ങുന്നുമില്ല മയങ്ങുന്നുമില്ല, പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ എന്തിനാ ഉറക്കളിക്കുന്നത്, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. അദ്ദേഹം കിടന്നുറങ്ങി. രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോ എഴുന്നേറ്റ് നോക്കിയപ്പോ എന്നാന്നറിയാവോ, പുള്ളി കിടക്കുന്നതിനപ്പുറത്തൂടെ ആനയുടെ മൂത്രം നല്ല ആവിയുള്ളത് ഇങ്ങനെ പോരുന്നു, ഒഴുകി വരുന്നു. അതിനപ്പുറത്ത് ആനപ്പിണ്ടം ആവി പറക്കുന്നുണ്ട്. നോക്കിയപ്പോ കൊണ്ട് പാറയുടെ താഴെ ഇറങ്ങി നിൽക്കുന്നു കൊമ്പന്മാര്. കൊത്തുപൊറോട്ട ഞാൻ ഫുൾ കഴിച്ചു. നമ്മുടെ ദൈവം വലിയവനും വിശ്വസ്തനുമാണ്. അവൻ മയങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാവല് നിൽക്കുന്നവനാണ്. അവൻ കാത്തു സൂക്ഷിക്കുന്നവനാ. ദൈവത്തിന് സ്തോത്രം. അവൻ വലിയവനാ. പത്രോസ്ലീഹ ആദ്യം ഒരു പ്രസംഗം പ്രസംഗിച്ചു, ആത്മാവിൽ നിറഞ്ഞുകൊണ്ട്. സഹോദരി പറഞ്ഞ പോലെ
3000 പേര് രക്ഷിക്കപ്പെട്ടു. അതേസമയം മോശ കൽപ്പലയായിട്ട് ഇങ്ങോട്ട് വന്നു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞപ്പം വെട്ടിക്കോളാനാ പ്രസംഗിച്ചേ, 3000 പേര് തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് ആ പിൽക്കാലത്ത് ആമേൻ സ്തോത്രം, ദൈവവചനം എഴുതിയപ്പോ പരിശുദ്ധാത്മാവ് എഴുതി, ദൈവത്തിന് സ്തോത്രം, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 3:6 ആ പറയുന്നത്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആത്മാവിൽ നിറയാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വീണ്ടും കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യർ 15:41 എഴുതുന്നു, ദൈവമേ സ്തോത്രം, എന്നാൽ ആത്മീയമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്. അല്ലേ? ആത്മീയമല്ല, ആദ്യം വരുന്ന ഏതാ? പ്രാകൃതമാണ്. ഞാനൊക്കെ പ്രാകൃതനായിട്ട് നടന്നു കഴിഞ്ഞ് കർത്താവ് വിളിച്ചു വേർതിരിച്ചു എന്നോട് കരുണ കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വചനമായിട്ട് നിൽക്കാൻ കഴിയുന്നത്. ഒന്നാമത് ഏതാ വരുന്നേ? പ്രാകൃതം. അത് മനസ്സിലായിക്കണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പത്രോസിനെ തട്ടി ഉണർത്തി, കർത്താവേ ഞങ്ങളെ ഒന്ന് തട്ടി ഉണർത്തി, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊരു കാര്യം ഓർക്കണമേ, ഒരു സ്ത്രീയുടെ ശബ്ദം ഏലിയാ പ്രവാചകനെ, ശ്രേഷ്ഠനായ ഏലിയാ പ്രവാചകനെ ഭയപ്പെടുത്തിയെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തി. ആമേൻ. 40 ദിവസം ഒറ്റ നടപ്പ്. ഒന്നും ദാഹിച്ചുമില്ല, വിശന്നുമില്ല. 40 ഗുണം 24, അത്രയും മണിക്കൂർ നടന്നു. ദൈവം നമുക്ക് ശക്തി നൽകും. ദൈവം നമുക്ക് കൃപ നൽകും. ദൈവം നമുക്ക് ധൈര്യം നൽകും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമ്മള് ഈ രൂത്തിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴേ ദൈവത്തിന് സ്തോത്രം, നവോമി ഉണ്ടായിരുന്നു. ഒരു ക്ഷാമം വന്ന ഉടനെ ഉണ്ടല്ലോ, നവോമി ഒരൊറ്റ പോയി, നവോമിയും കൂട്ടരും കൂടെ. ദൈവാലോചന ചോദിച്ചൊന്നുമില്ല, ദൈവാലോചന നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. 3 മരണം ആ പുസ്തകത്തിൽ കാണുന്നത്. എന്നാൽ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ മനസ്സ് വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആ പുസ്തകം അവസാനിക്കുന്നത് വലിയ സന്തോഷത്തോടെയാണ്. തലമുറകളെ കണ്ട് സന്തോഷിച്ച് ഒരു വിവാഹവും മകന്റെ ജനനവും ഒക്കെ. എന്നാൽ ശൂന്യംകാരുത്തി ഒരു മുറിയൊക്കെ പണിത് കർത്താവിന്റെ ദാസനെ ബഹുമാനിച്ചു. ആ പ്രവാചകനെ ഇരുത്തി. പ്രവാചകൻ ആമേൻ, ഏലീശാ പ്രവാചകൻ പറഞ്ഞു, ക്ഷാമം വരാൻ പോവാണ്, നീ പൊക്കോളാൻ പറഞ്ഞു. ദൈവാലോചന കേട്ടു. ദൈവാലോചന കേട്ടിട്ട് ശത്രുവിന്റെ നാട്ടിലാ പോയെ, ശത്രുതയുള്ള നാട്ടിൽ. ക്ഷാമകാലത്തിൽ ദൈവം അവളെ ക്ഷേമമോടെ പോറ്റി. ശത്രുക്കൾ അവളെ ഒന്നും ചെയ്തില്ല. അവിടെ ഒരു രോമത്തിന് പോലും കേടുവരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാര്യം ഇതാ ഈ ദൈവാലോചന ഇല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവസന്നിധി നമ്മൾ എങ്ങനെ അടുത്ത് ചെല്ലുന്നു കേട്ടോ, നമ്മുടെ എന്തു തന്നെ പ്രശ്നമായിക്കോട്ടെ, ദൈവത്താൽ അസാധ്യമായ വല്ല കാര്യമുണ്ട്. പഴയ നിയമത്തിലെ അബ്രഹാമിന്റെ ഭാര്യ സാറായോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മകനെ കൊടുക്കാന്ന് പറഞ്ഞ ദൈവത്തിന് അസാധ്യമായ വല്ല കാര്യമുണ്ട്. പുതിയ നിയമത്തിൽ മറിയോടും സെയിം അർത്ഥമുള്ളതാ വരുന്നത്, ദൈവത്തിന് കഴിയാത്തതല്ലോ ഉണ്ട്. നമ്മുടെ കാര്യത്തിലും കർത്താവിന് കഴിയാൻ മേലാത്ത വല്ല കാര്യങ്ങളും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളോട് കരുണ കാണിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ആമേൻ ദൈവാലോചന കേട്ട് തന്നെ മുന്നേറുവാൻ കൃപ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഒന്ന് തട്ടി ഉണർത്തണം.
ഉണർവിന്റെ ആത്മാവിൽ ഉണർന്ന് പ്രവചിക്കാൻ, ഉണർവോടുകൂടെ പ്രവർത്തിക്കാൻ, ഉണർവോടുകൂടി പ്രസംഗിക്കാൻ, ഉണർവോടുകൂടി പ്രവചിക്കാൻ, കർത്താവിൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ. കർത്താവ് ഈ പഴയ ഇതിപ്പം നടക്കുന്നില്ലെന്ന് പറയാം. ദൈവത്തിനറിയാം കേട്ടോ. ചാടിത്തുള്ളി വരും കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഈ വചനം പ്രസംഗിക്ക്, കാര്യമൊക്കെ ശരിയാണ്, നേരായിരിക്കണം, ആരും നുണ പറയുന്ന അല്ലായിരിക്കാം, പക്ഷേ അതിനൊന്നും ഒരു ശക്തിയില്ലാതെ പോകുന്നതിൻ്റെ കാര്യം ഈ കേൾക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരുപാട് മുൻവിധികളുണ്ട്, അവൻ്റെ ഉള്ളിൽ അതിരുകളുണ്ട്, ബൗണ്ടറിയുണ്ട്. അതിനെ ഭേദിക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന് മാത്രമേ അതിന് കഴിയത്തുള്ളൂ. സെരുബാബേലിന്റെ മനസ്സിലുണ്ടായിരുന്നു അല്ലേ, ഇത്രയും ജനങ്ങൾ കൂടി പണിത് ആലയമാണ്, എന്നാ ഉണ്ട്, ഇപ്പൊ ആരുമില്ല, ഒന്നും സഹകരിക്കുന്നുമില്ല, ഒരാത്മാവിൽ പണി തീർക്കത്തുമില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ കർത്താവ് പറഞ്ഞു, സെരുബാബേലേ, നീ ഉദ്ദേശിക്കുന്ന പോലെ ഇതൊന്നും സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്തു. ഞാനിവിടെ നിർത്തട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കേട്ടോ, നമ്മുടെ അപ്പന്മാര് കണ്ട സ്വത്തുക്കൾ കൊണ്ടോ പണം കൊണ്ടോ ഒന്നുമല്ല, സൈന്യത്താലുമല്ല, ആ ശക്തിയാലുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളെ നടത്തട്ടെ. ഞങ്ങളെ ഒന്ന് തട്ടി ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഞാനിവിടെ നിർത്തട്ടെ. എനിക്ക് പറഞ്ഞ